ജീവൻ ജന്മമെടുക്കുന്നു. അതോടൊപ്പം തന്നെ വളരുകയും ചെയ്യുന്നു അവന്റെ ഓർമ്മയും. ഓർമ്മ വളരെ ബലശാലിയാണ്, എന്നാൽ വിചിത്രമായ അനുഭൂതിയുമാണ്. എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമ്പോഴും അത് എപ്പോഴും ഒരു സ്ഥാനത്ത് സ്മരണയുളവാക്കുന്നു. എന്നാൽ ചില സമയങ്ങളിൽ നാം മറന്നുപോകുന്നു സ്മൃതി നമ്മുടേതാണെന്ന്. അതിനാൽ എന്താണ് നാം ഓർമ്മിക്കേണ്ടത് എന്നതും എന്താണ് വിസ്മരിക്കേണ്ടതെന്നതും ഉറപ്പായും നമ്മെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ ജീവിതയാത്രയിൽ എന്താണ് ഓർമ്മിക്കേണ്ടത്? സുഖം, സന്തോഷത്തിന്റെ നിമിഷങ്ങൾ, നമുക്കാരെങ്കിലും ഉപകാരം ചെയ്ത നിമിഷം, നാം ആരോടെങ്കിലും സൗഹൃദമുണ്ടാക്കിയ ആ ഒരു നിമിഷം, നാം ആർക്കെങ്കിലും സുഖം നൽകിയ നിമിഷം. പക്ഷെ നാം എന്താണ് സ്മരിക്കാറുള്ളത്? സ്വന്തം ദുഃഖം, വേദനകൾ, ആരെങ്കിലും നമുക്ക് ദോഷമായി പ്രവർത്തിച്ച നിമിഷങ്ങൾ, ആരെങ്കിലും നമ്മോട് ശത്രുതയുണ്ടാക്കിയ നിമിഷങ്ങൾ. പിന്നീട് ഈ സ്മൃതികളെല്ലാം നമ്മെ പ്രതികാരം ചെയ്യുവാനായി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ നാം എന്താണ് മറക്കേണ്ടത്, എന്താണ് ഓർമ്മിക്കേണ്ടത് എന്നൊക്കെ ഇതെല്ലാം നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഈ ജീവിതയാത്രയിൽ എല്ലാം വിസ്മരിച്ചുകൊള്ളൂ, പക്ഷേ ഇത് തീർച്ചയായും ഓർമ്മിക്കണം. പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു പറയുവാൻ, എങ്കിലെല്ലാം ശുഭകരമായിരിക്കും. അപ്പോൾ സ്നേഹത്തോടെ പറയൂ, രാധേ രാധേ.